വെൽക്കം ബാക്ക് ടു ഇൻവെസ്റ്റർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് SIP കുറിച്ചാണ്. SIP കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു എക്സ്പേർട്ടിനോട് ചോദിക്കുകയാണെങ്കിൽ ഒരു SIP സ്റ്റാർട്ട് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇന്നലെ ആയിരുന്നു എന്ന് പറയും. പക്ഷേ ഇന്നലെ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നാണെന്നും പറയും. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഒരു ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് സൂചിപ്പിക്കുകയാണത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു SIP എക്സാമ്പിളാണ് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ പർപ്പസും മറ്റൊന്നുമല്ല, ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ്സും അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഒരു മാജിക്കും കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ ഞാൻ 2 എക്സാമ്പിൾസാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇൻവെസ്റ്റർ A ആൻഡ് B. സോ ഇതിൽ ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത് 2 പേർക്കും 20 വയസ്സായിരുന്നതാണ്. സോ ഇതിൽ ഇൻവെസ്റ്റർ A അയാളുടെ 20ാമത്തെ വയസ്സിൽ ഒരു SIP സ്റ്റാർട്ട് ചെയ്തു, ആനുവലി 12,000 റുപ്പീസ് വെച്ചിട്ട്. സോ അയാളുടെ 29ാം വയസ്സിൽ ഇത് 10 വർഷം SIP കണ്ടിന്യൂ ചെയ്തിട്ട് അയാളത് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ. ഇൻവെസ്റ്റർ B ആണെങ്കിൽ അയാളുടെ 30ാം വയസ്സിലാണ് അയാൾ SIP സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അയാളും 12,000 വെച്ചിട്ട് ആനുവലി പേ ചെയ്തു. പക്ഷേ അയാൾ 30 ഇയേഴ്സ് അയാൾ കണ്ടിന്യൂ ചെയ്തു. സോ ഇവരുടെ ആരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും കൂടുതൽ വാല്യുബിൾ ആഫ്റ്റർ 30 ഇയേഴ്സ്? അതാണ് ഞാനിന്ന് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഇൻവെസ്റ്റർ എയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1.2 ലാക്സും ഇൻവെസ്റ്റർ ബിയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 3.6 ലാക്സാണ്. അതായത് ഇൻവെസ്റ്റർ എക്കാളും 3 ടൈംസ് മോർ മണിയാണ് ഇൻവെസ്റ്റർ ബി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരിൽ ആർക്കായിരിക്കും അവരുടെ 60ാമത്തെ വയസ്സിൽ കൂടുതൽ റിട്ടേൺസ് കിട്ടുക എന്നത് ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടിച്ചേക്കാം. കാരണം മറ്റൊന്നുമല്ല, അത് ഇൻവെസ്റ്റർ എക്കാണ്. ആക്ച്വലി ഇൻവെസ്റ്റർ എക്ക് ഇൻവെസ്റ്റർ ബിയെക്കാളിലും ഓൾമോസ്റ്റ് 3 ടൈംസ് മോർ മണിയാണ് അയാളുടെ 60ാമത്തെ വയസ്സിൽ കിട്ടുന്നത്. അതുപോലെ ഇൻവെസ്റ്റർ ബിക്ക് ഇൻവെസ്റ്റർ എക്കാളും കൂടുതൽ റിട്ടേൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അയാളുടെ SIP ഓൾമോസ്റ്റ് 3 ടൈംസ് ഇൻക്രീസ് ചെയ്യണമായിരുന്നു. അതായത് ഏകദേശം ഈ കേസിൽ ഏകദേശം 33,000 ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അയാളുടെ 60ാം വയസ്സിൽ ഇൻവെസ്റ്റർ എക്കാളിലും കൂടുതൽ റിട്ടേൺസ് കിട്ടത്തുള്ളൂ. സോ അതിൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഞാനിപ്പം ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഇതിലൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ 14% ആണ് ഇതിൽ CAGR ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ലോങ് ടേം ആവറേജ് എന്ന് പറഞ്ഞാൽ 14% ആണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ഇനിയും 14% തന്നെ അടുത്ത 20-30 വർഷം കിട്ടും എന്നല്ല. കാരണം അങ്ങനെ കിട്ടാനുള്ള ചാൻസും വളരെ കുറവാണ്. പക്ഷേ ഇൻഡിവിജ്വൽ സ്റ്റോക്സോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോസോ ഒരുപക്ഷെ അതിൽ കൂടുതൽ 14%ഓ അതിൽ കൂടുതൽ റിട്ടേൺസ് തന്നേക്കാം. പക്ഷേ ഒരു SIPയിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരിക്കലും പാസ്റ്റ് പെർഫോമൻസോ അല്ലെങ്കിൽ പാസ്റ്റ് 14 ഇയേഴ്സ് CAGR നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്. സോ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, SIP സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ 5-10 ഇയേഴ്സ് ആകരുത്, ഒരു 15-20 ഇയേഴ്സ് ആയിരിക്കണം. അതിൻ്റെ റീസൺ ഞാൻ എൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ, എന്തുകൊണ്ട് ലോങ് ടേം എന്ന് പറഞ്ഞാൽ ഒരു 15-20 ഇയേഴ്സ് ആയിരിക്കണം എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.